ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 96-ാം സങ്കീർത്തനമാണ്. ഇതാരാണ് എഴുതിയിരിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്കറിയാം, അത് 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ അത് ദാവീദ് എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അവസരം എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ പെട്ടകം, യഹോവയുടെ പെട്ടകം വളരെ നാളായി ഒബേദെദോമിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുൻപ് വേറൊരു ഭവനത്തിൽ, അദോനിയാവിൻ്റെ ഭവനത്തിലിരിക്കുകയായിരുന്നു. അവിടുന്ന് കാളവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഉസ്സാദ് വീണു പോകാതിരിക്കാനായിട്ട് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവനെ ബാധിച്ചു, അവൻ മരിച്ചു. അതായത് വിശുദ്ധീകരണം കൂടാതെ ആ പെട്ടകത്തിലേക്ക് കൈ നീട്ടിയപ്പോൾ അവൻ മരിക്കുവാനിടയായി. അപ്പോൾ ദാവീദ് പേടിച്ചു പോയി എന്ന് പറയുന്നു. പിന്നീട് വളരെ ഒരുക്കത്തോടുകൂടെ ഏകദേശം 3 മാസം അത് വിശുദ്ധീകരിച്ച് ആളുകൾ തങ്ങളെ തന്നെ വിശുദ്ധീകരണത്തോടെ സ്തുതികളോടെ ഓബേദെദോമിൻ്റെ വീട്ടിൽ അത് സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ്. 20 വർഷത്തോളം മറ്റേ ഭവനത്തിലിരുന്നെങ്കിലും ഈ ഭവനത്തിൽ 3 മാസം ഇരുന്നപ്പോൾ ആ കുടുംബവും അവരെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു കുടുംബങ്ങളും എല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതെന്താണ് കാരണമെന്ന് വെച്ചാൽ, അവിടെയുള്ളവർ പ്രത്യേകമായിട്ടും ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഉത്സുകരായിരുന്നു. പിന്നീട് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നത്, പിന്നീടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ വായിക്കുന്നുണ്ട്, ഏകദേശം 68 പേരോളമുള്ള ഒരു മ്യൂസിക് സംഘം തന്നെ അവിടെ ഉണ്ടായി. അവരെല്ലാവരും, ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ദാവീദ് രാജാവ് ആ പെട്ടകം കൊണ്ടുവരാനായിട്ട് ധൈര്യപ്പെടുന്നത്. അപ്പോൾ ദാവീദിന് മനസ്സിലായി, വ്യവസ്ഥ പ്രകാരം, അതായത് കർത്താവ് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്, ചുമലിലേറ്റുകൊണ്ട് വേണം അത് പെട്ടകം കൊണ്ടുവരാൻ. അങ്ങനെ പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് തങ്ങളുടെ തോളിൽ ചുമന്നുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന്, യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ പുതിയ പാട്ട്? കാരണം നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ നന്മകൾ നമ്മൾ ദിവസേന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയരേണ്ടത് പുതിയ നന്ദി പ്രകടനങ്ങൾ, സ്നേഹമുള്ള വാക്കുകൾ, ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രഖ്യാപനം, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരേണ്ടത്. അതാണ് ഈ പുതിയ പാട്ടെന്ന് പറയുന്നത്. നാൾതോറും അവൻ്റെ നന്മയെ പ്രസിദ്ധമാക്കുവീനെന്ന. അപ്പോൾ അവൻ്റെ നന്മകൾ ഒരിക്കലും തീരാത്ത നന്മകളാണ് അവനുള്ളത്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും തീരാത്ത നന്മകളാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ വിധത്തിൽ നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്തുതി പറയാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇതിനെന്താണ് പറയുന്നത്? യഹോവയ്ക്ക് പാടുവീൻ, പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. പിന്നീട് ഒരു വാക്യം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളോടും പറയുന്നു. പിന്നീട് പറയുന്നു വൃക്ഷലതാദികൾ, പിന്നെ പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് പലപ്പോഴായിട്ട് ദാവീദ് നമ്മോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം. അവൻ്റെ നാമം എല്ലാ
നാമങ്ങളിലും മേലായ നാമം. തന്നെയുമല്ല, തിരുമുൽക്കാഴ്ചയുമായി അവൻ്റെ സന്നിധിയിൽ ചെല്ലുവീൻ. എന്താണ് ഈ തിരുമുൽക്കാഴ്ച? പഴയ നിയമത്തിൽ പറയുന്നു, വെറും കൈയായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. എന്നാൽ ഇപ്പോഴോ നമ്മുടെ പുതിയ നിയമത്തിൽ, സഭയിൽ, നമ്മുടെ കൃപായുഗത്തിൽ കർത്താവ് നമ്മുടെ കയ്യിൽ സാധനങ്ങളും കൊണ്ടാണോ അവിടെ ചെല്ലണമെന്ന് പറയുന്നത്? ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല, ദേവാലയത്തിലേക്ക് അങ്ങനെയൊക്കെ വരുന്നതിനൊരു കുഴപ്പവുമില്ല. പക്ഷേ എന്നാലും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം നമ്മുടെ ആരാധന, ജീവനും ചൈതന്യവുമുള്ള ആരാധന, നമ്മെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീനെന്നാണ് പറയുന്നത്. കർത്താവിന് നമ്മുടെ കയ്യിലെ സാധനങ്ങളാണോ വേണ്ടത്? അല്ല, നമ്മെ തന്നെയാണ് കർത്താവിന് വേണ്ടത്. കർത്താവിന് നമ്മൾ ജീവനുള്ള ബലികളായി നമ്മെ തന്നെ അർപ്പിക്കണമെന്ന് വെച്ചാൽ പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിനെ സ്നേഹിക്കുക. അതായത് വിശ്വാസത്താൽ, അല്ലെങ്കിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. എന്താണ് സ്നേഹത്താൽ വ്യാപരിക്കുന്നത്? ഒരു നിർബന്ധത്താലല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. പിന്നെയോ ആ സ്നേഹം, കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ആ ഒരു വിചാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച് നാൾക്ക് നാൾ ബലപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ വസിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആയിത്തീരാനായിട്ട് കർത്താവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. സ്തോത്രം.